ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 16ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ ജീവന്റെ വൃക്ഷം ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് ബേസിക് സയൻസിന്റെ ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടി കാണും, സെക്കൻഡ് പാർട്ട്. അതിൽ ആദ്യത്തെ 3 ചാപ്റ്റർ ഫിസിക്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് നമ്മളത് പറഞ്ഞതാ, എന്നാലും ബയോളജി ആദ്യമായിട്ട് എടുക്കുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങളെ ആദ്യത്തെ 3 ചാപ്റ്റർ, അതായത് സ്ഥിതവൈദ്യുതി, കാന്തികതയും വൈദ്യുതിയും, ഗോളീയ ദർപ്പണങ്ങൾ, ഇത് 3 ഫിസിക്സ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള 13, 14, 15 ആസിഡുകൾ, ജലം, പദാർത്ഥങ്ങളുടെ രസതന്ത്രം, ഇതെല്ലാം കെമിസ്ട്രിയിൽ വരുന്നതാണ്. ബയോളജി 16, 17, 18 ജീവന്റെ വൃക്ഷം, വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, കുഞ്ഞായി മാറുന്ന കോശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, എന്നാലും അതൊക്കെ അവസാനമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന ഏതാ കുഞ്ഞുങ്ങളെ? ജീവന്റെ വൃക്ഷം. ഇവിടെ നല്ലൊരു പടം കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? അതായത് ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിച്ച ഒരു പോസ്റ്ററാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ശാസ്ത്രമേള ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് മീഡിയക്കാരും നോക്കണേ കേട്ടോ. ശാസ്ത്രമേളയിൽ പിന്നെ പ്രദർശിപ്പിച്ച ഒരു പോസ്റ്ററാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇതിനകത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ നോക്കിയേ, പ്ലാന്റ്സ്, ഈ ആനിമൽസ് മാത്രം നോക്കി എത്രയുണ്ടെന്ന് നോക്കി. ഇത്രയും ശതമാനവും 1.56 ദശലക്ഷം ആനിമൽസ്, അത് പല തരത്തിലുള്ള അല്ലേ, പക്ഷികളാട്ടെ, മൃഗങ്ങളാട്ടെ അല്ലേ, ഏതൊക്കെ തരത്തിലുള്ള, അതിനെക്കുറിച്ചൊക്കെ നമുക്കിനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. ഇതെല്ലാം അതായത് 1.56 ദശലക്ഷം, ഇതൊക്കെ ഒരു ഊഹത്തിന് അല്ലേ, ഏകദേശം എന്ന് പറയുന്നതാണ്, അത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സുകളോ, സസ്യങ്ങൾ നോക്കി എത്ര? 40,03,000, ഒറ്റ 10, 100, 1000, 11, അല്ല 4 ലക്ഷത്തിയോ നിങ്ങളെ, ഒറ്റ 10, 100, 1000, 14, 4,03,800 സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് പറയുന്നത്. ഇനി ഫംഗസ് ഉണ്ട് കേട്ടോ. ഫംഗസോ ഒറ്റ 10, 100, 1000, 10 ലക്ഷം, 1,48,000 ഫംഗസ് ഉണ്ട്. ബാക്ടീരിയയും ആൽഗയും കൂടെ ചേർന്ന് 30,000 ഉണ്ട്. പ്രോട്ടിസ്റ്റുകളെല്ലാം കൂടെ 33,100 ഉണ്ട്. കണ്ടോ? ഇത് ഇത്രയും നോക്കണേ, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് ഇത്രയധികം ജീവികളെ തിരിച്ചറിയാനും പഠിക്കാനും എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുക എന്ന് നമ്മളോടൊരു ചോദ്യമാണ് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത്. നോക്കി, ഇതിനെ എല്ലാം കൂടെ നമ്മൾ എങ്ങനെ ഇതിനെയൊക്കെ തിരിച്ചറിയും അല്ലേ? ഈ നോക്കി, ഏതൊക്കെ തരത്തിലുള്ള ജീവികളാണ്, ഇതിനെയൊക്കെ ഈ ജീവികൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റും എന്നാണ് നമ്മളോട് ഫസ്റ്റിൽ തന്നെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ നമുക്ക് അതിനകത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് എഴുതാം. എന്താവും നിങ്ങൾ ഈ ടാക്സോണമി, ആ പേരൊക്കെ നോക്കണേ, എന്താണ് പാഠത്തിൻ്റെ പേര് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നമ്മൾ ആ ടെസ്റ്റ് വായിച്ചിട്ടാണ് ഈ നോട്ട് തരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സൂം ചെയ്തെടുക്കണേ കുഞ്ഞുങ്ങളെ. ഞാനിത് മൊത്തം അല്ലെ, കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം ഉണ്ടല്ലോ, ഈ സൈഡൊക്കെ അങ്ങ് ചിലപ്പോൾ പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൂം ചെയ്ത്, അതായത് ഇങ്ങനെ സൂം ചെയ്ത് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. ഞാനിതിപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം സൈഡൊക്കെ പോകുന്ന വിചാരിച്ചാണ് ഇത്രയും ലോങ്ങിൽ കാണിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ടാക്സോണമി കേട്ടോ. ടാക്സോണമി മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ പഠിക്കണേ. ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫൈയിങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് their characteristics, identifying similarities and difference and giving them scientific names. വായിക്കാൻ പറ്റണേ കുഞ്ഞുങ്ങളെ, ഞാൻ ഈ പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ. ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫൈയിങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് their ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡൻറ്റിഫൈയിങ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ആൻഡ് ഗിവിംഗ് ദം സയൻറ്റിഫിക് നെയിംസ്. Through taxonomy, we can understand biodiversity and the relationship between different organism. വല്ലോ മനസ്സിലായോ? ഇംഗ്ലീഷ് മീഡിയക്കാരത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. എന്താണ് ടാക്സോണമി? ജീവികളുടെ സവിശേഷതകൾ നോക്കണേ നിങ്ങളെ. ക്ലാസിഫൈ, ജീവികളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് സമാനതകളും വ്യത്യാസങ്ങളും അടിസ്ഥാനമാക്കി അവയെ തരം തിരിക്കുകയും അവയ്ക്കൊരു ശാസ്ത്രീയമായ നാമങ്ങൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് കുഞ്ഞുങ്ങളെ ടാക്സോണമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ പടത്തിൽ തന്നെ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും അല്ലേ, എങ്ങനെ ഇതിൻ്റെ ഇത് പ്ലാന്റ്സും ആനിമൽസും കുറേ പടം കൊടുത്തിട്ട് ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ? ജീവികളുടെ സവിശേഷതകൾ നോക്കണേ, എങ്ങനെയൊക്കെയാണത്, ഓരോ ജീവികളുടെയും സവിശേഷതകൾ അല്ലേ, അവ താരതമ്യം ചെയ്തിട്ട് അതിൻ്റെ സമാനതകളും വ്യത്യാസങ്ങളും അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയമായ നാമങ്ങൾ നൽകുകയും ചെയ്യുന്ന
നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതിൻ്റെ താഴെ ഒരു വരിയും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതായത് ബയോഡൈവേഴ്സിറ്റി കണ്ടായിരുന്നോ? ത്രൂ ടാക്സോണമി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് ഓർഗാനിസം. അതായത് ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ജൈവ വൈവിധ്യവും വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ഒരു ബന്ധവും മനസ്സിലാക്കാൻ നമുക്കിതിലൂടെ കഴിയും. ജൈവ വൈവിധ്യവും വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ഒരു ബന്ധം, അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ നമുക്ക് ഈ ടാക്സോണമിയിലൂടെ നമുക്ക് കഴിയും എന്നാണ് പറയുന്നത്. മലയാളംകാർ ഇത് എഴുതിയെടുക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത ഞാൻ എഴുതിയേക്കുന്നത് നോക്കാം, രണ്ടാമത്തത്. ഇനി നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജിലെ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ. അതിൻ്റെ കണ്ടോ, ജീവികളെ തരംതിരിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാലം മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. നമ്മൾ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയല്ല ഈ ജീവികളെ ഇങ്ങനെ തരംതിരിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ. ഒരുപാട് നമ്മുടെ അച്ഛൻ്റെയൊക്കെ മുമ്പേ കേട്ടോ അവർ ഇതൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. ഈ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. നോക്കണേ കുഞ്ഞുങ്ങളെ, ആദ്യകാലങ്ങളിൽ ജീവികളെ ഉപയോഗമുള്ള ജീവികളെന്നും ഉപയോഗമില്ലാത്ത ജീവികളെന്നും തരംതിരിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഉപയോഗമുള്ള ജീവികളുമുണ്ട്, ഉപയോഗമില്ലാത്ത ജീവികളുണ്ടെന്നും അവർ തരംതിരിച്ചിരുന്നു. പിൽക്കാല ശാസ്ത്രജ്ഞന്മാർ പലതരത്തിൽ ജീവികളെ പിന്നെ തരംതിരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെന്ന് വെച്ചാൽ ഒരു 5 പേരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഫോട്ടോ ഒക്കെ നോക്കണമെങ്കിൽ ഇത് അരിസ്റ്റോട്ടിൽ, തിയോ ഫ്രാൻസ്, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഏതാ? അരിസ്റ്റോട്ടിൽ. നോക്കിയേ, ആദ്യകാലങ്ങളിൽ ജീവികളെ ഉപയോഗമില്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. അരിസ്റ്റോട്ടിൽ നോക്കുന്നില്ലേ, ആദ്യത്തെ ആൾ അരിസ്റ്റോട്ടിലാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ക്ലാസിഫൈഡ് ലിവിങ് ബീയിങ് ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് വിത്തൗട്ട്. ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞെന്താ, ജീവികളെ നമുക്ക് ആദ്യകാലത്തായിട്ടോ, ഇന്നൊന്നും അല്ല, ആദ്യകാലത്ത് അവർ പറഞ്ഞെന്താ, ഈ പുള്ളിക്കാരൻ ആദ്യമായിട്ട് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ, ജീവനുള്ള ജീവികളെ ചുവന്ന രക്തം ഇല്ലാത്തവ എന്നിവ നമുക്ക് ആദ്യമേ തരംതിരിക്കാവുന്ന. എങ്ങനെയുണ്ട്? അരിസ്റ്റോട്ടിൽ എന്താ നിങ്ങളെ പറഞ്ഞത്? ഇതിപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? നമുക്ക് അരിസ്റ്റോട്ടില് ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നിങ്ങനെ തരംതിരിച്ചു. ആരാന്നോർത്തോണേ? അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ പടം നമ്മൾ പഠിക്കുമ്പോൾ ആ പടവും കൂടി അദ്ദേഹമാണ് കേട്ടോ പടം. അടുത്ത രണ്ടാമത്തെ ആൾ നോക്കിയേ, തിയോ ഫ്രാൻസ്റ്റസ്. ആ പേരൊന്ന് നോക്കണേന്നുണ്ട്. രണ്ടാമത്തെ തിയോ ഫ്രാസ്റ്റസ് കേട്ടോ. ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുകയായതുകൊണ്ടായിരിക്കും കേട്ടോ. തിയോ ഫ്രാസ്റ്റസ് എന്താ പറഞ്ഞത്? ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻറ്റു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. രണ്ടാമത്തെ ആൾ പറഞ്ഞ എന്താ, നമുക്ക് സസ്യങ്ങളെ നമ്മൾ ആദ്യമേ അദ്ദേഹം പറഞ്ഞ എന്താ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കണ്ടുപിടിച്ചത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞു നമുക്ക് ഈ ജീവികളെ എല്ലാം ബ്ലഡ് ഉള്ളവയെന്നും ബ്ലഡ് ഇല്ലാത്തവയെന്നും രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, അങ്ങനെ കുറേ നാൾ പോയി. അടുത്ത ആൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഈ സസ്യങ്ങളെ, അതായത് പ്ലാന്റ്സിനെ എന്ത് ചെയ്യാം, 3ആയിട്ട് നമുക്ക് അങ്ങ് തിരിക്കാം. വലിയ മരങ്ങൾ അല്ലേ, മരങ്ങളായിട്ടും കുറച്ചുകൂടെ ചെറിയ കുറ്റിച്ചെടികളായിട്ടും കുറച്ചും കൂടെ ചെറിയത് ഔഷധികളായിട്ട് എന്നിങ്ങനെ 3ആയിട്ട് അങ്ങ് തിരിക്കാമെന്ന് അടുത്ത ആൾ വന്നപ്പോൾ പറഞ്ഞു അല്ലേ. ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ് എന്ന് തിരിക്കാമെന്ന് അടുത്ത ആൾ പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ ഈ 2 കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. അടുത്ത നമ്മുടെ ജോൺ റേ എന്ന് പറയുന്ന ഒരാൾ, എന്താ നിങ്ങളെ, ജോൺ റേ എന്താ, ഹു ലിവ്ഡ് ഇൻ ദ 17th century. അപ്പോൾ മറ്റേതൊന്നും സെഞ്ചുറി പറഞ്ഞിട്ടില്ല. 17ാം നൂറ്റാണ്ടിലായപ്പം 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ റേ എന്ന് പറയുന്ന ആള് ശാസ്ത്രീയമായിട്ട് നോക്കണേ കുഞ്ഞുങ്ങളെ, അദ്ദേഹം മറ്റേവരൊക്കെ അല്ലാതെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ശാസ്ത്രീയമായിട്ട് വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുകയും സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുകയും ചെയ്തു. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആ. സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജോൺ റേ. ഒരു മാർഗിൻ്റെ നമ്മളിപ്പോൾ ഈ പഠിച്ചൊക്കെ അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞത്, നമുക്ക് ആ ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും രക്തമില്ലാത്തവയെന്നും 2ആയിട്ട് തിരിക്കാൻ നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു. രണ്ടാമത്തെ ആളായ ഏതാ, തിയോ ഫ്രാസ്റ്റസ് എന്ന് പറഞ്ഞ എന്താണ്, നമുക്ക് മരങ്ങളെ 3ആയിട്ട് വേർതിരിക്കാം. ഏതാ, ട്രീസ് എന്നും ഷ്രബ്സ് എന്നും ഹെർബ്സ് എന്നും 3ആയിട്ട് തിരിക്കാമെന്ന് നമ്മുടെ ആരാണ്, തിയോ ഫ്രാസ്റ്റസ് പറഞ്ഞു. മൂന്നാമത്തെ ആളായ ജോൺ റേ എന്ന് പറഞ്ഞ എന്താ, അദ്ദേഹം ശാസ്ത്രീയമായിട്ടാണ് കേട്ടോ, സയന്റിഫിക് മെത്തേഡിൽ വന്നിട്ട് വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുകയും സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു.
ഇനി അത് കഴിഞ്ഞിട്ട് 5 പേരുണ്ട് ഇതിനകത്ത് കേട്ടോ. അടുത്താണ് ഏണസ്റ്റ്. ആ പേരൊക്കെ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഏണസ്റ്റ് ഹെക്കൽ എന്നാണ് കേട്ടോ. ആ മേളിൽ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റാത്തൊരു താഴെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഏണസ്റ്റ് ഹെക്കൽ ഹു ലിവ്ഡ് ഇൻ ദ 19th century. 17ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ആരാ? 19ലാണ് അടുത്ത ആൾ വന്നത്. 19ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ക്ലാസിഫൈ ലിവിങ് ഓർഗാനിസം ഇൻ ടു 3 kingdom. ആനിമേലിയ. നോക്കണേ കുഞ്ഞുങ്ങളെ. അദ്ദേഹം പറഞ്ഞു, ഏണസ്റ്റ് ഹേക്കൽ പറഞ്ഞു, നമുക്ക് ജീവികളെ, നമ്മൾ ഈ ജീവികൾ, ആദ്യത്തെ ആൾ ജീവികളെ ബ്ലഡ് ഉള്ളതൊന്നും ഇല്ലാത്തതൊന്നും വേർതിരിച്ചു. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ അടുത്ത ആൾ വന്ന് പറഞ്ഞ എന്താ, നമുക്ക് ഈ ജീവികളെ 3ആയിട്ട് അങ്ങ് തിരിച്ചാലോ. ഏണസ്റ്റ് ഹേക്കൽ വന്ന് എന്താ പറഞ്ഞത്, നമുക്ക് ഈ ഓർഗാനിസം, അതായത് ജീവികളെ 3ആയിട്ട് അങ്ങ് തിരിക്കാം കേട്ടോ. ജീവികളെ ഏതൊക്കെ 3ആയിട്ട് തിരിക്കാം കുഞ്ഞുങ്ങളെ. ഏതൊക്കെയാണെന്നറിയോ? ആനിമേലിയ എന്നുണ്ട്, ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. ആനിമേലിയ, പിന്നെ പ്ലാന്റ് എന്ന് എഴുതിയിട്ട് ഇടുമ്പോഴാണ് പ്ലാന്റ്. പ്രൊട്ടീസ്റ്റ കേട്ടോ, എല്ലാം ഇതിൻ്റെ പ്രൊട്ടീസ്റ്റ, അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടീസ്റ്റ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചു. ആരാണ്? ഏണസ്റ്റ് ഹേക്കലാണ്. 19ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വന്നിട്ട് എന്താ പറഞ്ഞത്, നമുക്ക് ഈ ജീവികളെ, ആദ്യത്തെ ആൾ വന്ന് പറഞ്ഞു നമുക്ക് ബ്ലഡ് ഉള്ളവയെന്നും ഇല്ലാത്തവയെന്നും, രണ്ടാമത്തെ ആൾ പറഞ്ഞു നമുക്ക് സസ്യങ്ങളെ 3ആയിട്ട് തിരിക്കാം, ട്രീസും ഷ്രബും ഹെർബെന്നും തിരിക്കാം. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു, ഇതിനെ ശാസ്ത്രീയമായിട്ട് അദ്ദേഹം അങ്ങ് വേർതിരിച്ചിട്ട് അതിനകത്ത് സ്പീഷ്യസ് എന്ന പദം തന്നെ അദ്ദേഹം കൊണ്ടുവന്നു. നാലാമത്തെ ആൾ എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞത്, നമുക്ക് ഈ ജീവികളെയൊക്കെ 3ആയിട്ട് അങ്ങ് തിരിക്കാം. എന്താ? ആനിമേലിയ. ആനിമേലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആനിമൽസുകളെ, പ്ലാന്റ്സും ആനിമൽസും 2 എണ്ണം ഉണ്ടല്ലോ. അതിൽ ആനിമൽസിനെ എല്ലാം അനിമേലിയ എന്ന് പറയാം. പ്ലാന്റ്സ് ഉണ്ടല്ലോ, പ്ലാന്റ്സും സസ്യങ്ങളും ജന്തുക്കളും, അതിൽ സസ്യങ്ങളെ നമുക്ക് എന്താ, പ്ലാന്റ്സിനെ നമുക്ക് പ്ലാന്റ് എന്നും, ഇനി നമുക്ക് കാണാൻ പറ്റാത്ത പ്ലാന്റ്സും ആനിമൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുറേ ജീവികളുണ്ടല്ലോ, അതിനെയെല്ലാം നമുക്ക് പ്രൊട്ടീസ്റ്റയ്ക്കകത്തിലും കൊടുക്കാമെന്ന് പറഞ്ഞു. മനസ്സിലാക്കണേ. പ്ലാന്റ്സും ആനിമൽസും ഒക്കെ, ആനിമൽസിനെ നമ്മൾ അനിമേലിയ എന്നും പ്ലാന്റ്സിനെ നമ്മൾ പ്ലാന്റ് എന്നും, ഇതൊന്നും അല്ലാത്ത കുറേ ഉണ്ട്. നമുക്ക് പ്ലാന്റ്സ് ആണോ ആനിമൽസ് ആണോ എന്നറിയാം, ചെറിയ ജീവികളുണ്ടല്ലോ, ചെറിയ ചെറിയ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ, നേക്കിടയില്ല കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളെ പ്രൊട്ടീസ്റ്റ എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അങ്ങ് കൊടുക്കാണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കണ്ടുപിടിക്കുന്നത് അല്ലേ. ബാക്ടീരിയ, അമീബ, ഇങ്ങനെയൊക്കെയുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നാൽ 5ാമത്തെ ആള്, ഇനി അടുത്ത 5ാമത്തെ ആളായ കാൾ ലിനേയസ് എന്നാണ് ആ പേരൊക്കെ നോക്കിക്കോണേ. കാൾ ലിനേയസ്, സ്പെല്ലിംഗ് നോക്കണേ കുഞ്ഞുങ്ങളെ. ഹു ലിവ്ഡ് ഇൻ ദ 18th century. 17ാം നൂറ്റാണ്ടിലാണ് മറ്റേ അദ്ദേഹം പറഞ്ഞത്. ഇനി ഇദ്ദേഹം എന്താ പറഞ്ഞത്, 18ാം നൂറ്റാണ്ടിൽ വാസ് ദ വൺ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. സിൻസ് ഹി റിഫൈൻഡ് these classification level and provided a scientific the foundation for classification, he is considered the father of a taxonomy. നമ്മൾ ടാക്സോണമി എന്നാൽ എന്തെന്ന് പഠിച്ചില്ലയോ, ഓരോന്നിനെ ഘട്ടമായിട്ട് തരം തിരിക്കുന്നതിനെയാണ് നമ്മൾ ടാക്സോണമി അല്ലേ എന്ന് പറഞ്ഞത്. വേർതിരിച്ച് എഴുതുന്നതിനെയാണ് ടാക്സോണമി എന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ കാൾ ലിനേയസിനെയാണ്. പേരൊക്കെ ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാൾ ലിനേയസ് ആണ് വിവിധ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ചത്. വർഗീകരണ തലങ്ങൾ കൃത്യതപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയതിനാൽ അദ്ദേഹത്തെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വെച്ചാൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അദ്ദേഹത്തിനെ കണക്കാക്കി. ഇത്രയൊക്കെയാണോ കുഞ്ഞുങ്ങളെ? അപ്പം അപ്പം 4 പേരും 5 പേരും പറഞ്ഞതിനെ കുറിച്ചാണ്. നിങ്ങളുടെ ടെസ്റ്റിൽ ഈ 5 പേരെയും പടം കിടപ്പുണ്ട് കേട്ടോ. 5 അപ്പൂപ്പന്മാരല്ലേ മുടി കണ്ടില്ലയോ? ഓക്കെ, അത്രയാണ് കുഞ്ഞുങ്ങളെ. അടുത്തത്, ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാർ ഈ മേഖലയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് വർഗീകരണ ശാസ്ത്രത്തിന്റെ ചരിത്രം എന്ന ചുമർ പത്രികയിൽ തയ്യാറാക്കുക. ഇനി നോക്കൂ കുഞ്ഞുങ്ങളെ, ജീവികളെ തരംതിരിക്കാൻ അവയുടെ സവിശേഷതകളെ, സമാനതകൾ, വ്യത്യാസങ്ങൾ എന്നിവയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അപ്പോൾ ടാക്സോണമി എന്നാൽ എന്തെന്നാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കണേ, നമ്മളിപ്പം ലിനേയസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. കാൾ ലിനേയസ് എന്താ പറഞ്ഞത്? വർഗീകരണ തലത്തിൽ കൃത്യതപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ നൽകിയതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹം ഒരു അടിത്തറ കൊടുത്തു എന്ന് പറഞ്ഞു. എന്ത് അടിത്തറയോ കുഞ്ഞുങ്ങളെ? ഞാനിവിടെ ഒരു പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. എന്നറിയോ? ലിനേയസിന്റെ വർഗീകരണത്തിൽ പരപോഷികളായ എല്ലാ ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന വർഗീകരണ തലമാണ് കിങ്ഡം അനിമേ
അനിമേലിയ എന്ന് പറയുന്നത്. ഈ വാക്കൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. എന്താണ് ഈ കിങ്ഡം അനിമേലിയ? കിങ്ഡം അനിമേലിയ, കിങ്ഡത്തിന് തൊട്ട് താഴെയുള്ള വർഗീകരണം. അതുകൊണ്ട് ഇവിടെ ഒരു ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കിങ്ഡത്തിന് തൊട്ട് താഴെയുള്ള വർഗീകരണ തലമാണ് ഫൈലം കേട്ടോ. പിന്നെ ഈ ഫൈലത്തിനകത്തിലേ എന്താണെന്നറിയാം, നട്ടലുള്ള എല്ലാ നട്ടലുള്ള ജീവികളുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നമ്മളൊക്കെ നട്ടലുള്ളതല്ലേ അല്ലയോ, അതൊക്കെ ഏതാ ഫൈലത്തിൽ വരുന്നതാണ്. പിന്നെ ഏതാണ്, പിന്നെ അവർ ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് അല്ലേ. പിന്നെ പറഞ്ഞ സ്പീഷ്യസിനെ കുറിച്ചാണ്. അതായത് ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലം സ്പീഷ്യസ് ആണ്. അതായത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, നമ്മൾ കിങ്ഡം അനിമേലിയ എന്നാൽ എന്താണ്, ഇതൊക്കെ പേര് പറയാൻ പഠിക്കണേ. കിങ്ഡം അനിമേലിയ എന്നാൽ എന്താണ്? ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആരായിരുന്നു? ലിനേയസ്. നിങ്ങൾ ഈ ഇംഗ്ലീഷ് വാക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ താഴെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനേയസ് ദ ലെവൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ആൾ മൾട്ടി സെല്ലുലാർ, കേട്ടോണേ, മൾട്ടി സെല്ലുലാർ ഹെട്രോട്രോഫിക് ഓർഗാനിസം ഈസ് കിങ്ഡം അനിമേലിയ. അതായത് ലിനേയസിൻ്റെ അദ്ദേഹമാണല്ലോ ഇതിനെ വർഗീകരിച്ചത്. അപ്പം പരപോഷികൾ, ഈ പരപോഷികൾ, ഹെട്രോട്രോപ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ഓട്രോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഇപ്പം പ്ലാന്റ്സ് അല്ലേ, മുറ്റത്തിരിക്കുന്ന വാഴ, മാവ്, തെങ്ങ്, ഇതിനൊക്കെ രാവിലെ കൊണ്ടുവന്ന് നമ്മൾ രാവിലെ കാപ്പി, ദോശ, ഇഡലി, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ചപ്പാത്തി, അല്ല ചോറ്, ഇത് വല്ലതും കൊണ്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവർ സ്വന്തമായിട്ട് അവിടെ നിന്ന് അല്ലേ, മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരെന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചോട്ടെ. ഇനി അതിന് നമ്മളല്ലേ അങ്ങനെ സ്വന്തമായിട്ട് ആഹാരം കഴിക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. ഹെട്രോട്രോഫിക് എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോട്രോഫിക്സിൻ്റെ താഴെ ഒരു ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വപോഷികൾ അല്ലേ, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. പ്ലാന്റ്സും ഒക്കെ അതിന് എക്സാമ്പിളാണ് പ്ലാന്റ്സ് കേട്ടോ. ഹെട്രോട്രോപിക് എന്ന് വെച്ചാൽ പരപോഷികൾ, ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള ജീവികളെ ആശ്രയിച്ച് കഴിയുന്നത് കേട്ടോ. ഇപ്പം ടൈഗർ അല്ലേ, ടൈഗർ അതിന് ഭക്ഷണം കഴിക്കാൻ നേരം എന്താണ്, വേറെ ഏതെങ്കിലും ജീവിയെ പിടിച്ചു കൊന്ന് തിന്നുകയല്ലേ അത് ചെയ്യുന്നത് ഇല്ലേ. അപ്പം അങ്ങനെയുള്ള ജീവികൾ, അത് മാത്രമല്ല ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, ഞാൻ അങ്ങ് പറഞ്ഞതാ. ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്നു കേട്ടോ, ഹെട്രോട്രോപിക്ക്. ഓക്കെ ആണോ നിങ്ങളെ? ആനിമൽസ് എല്ലാം അത് തന്നെയാണ് ഇല്ലേ. ഇപ്പോൾ പ്ലാന്റ്സ് എല്ലാം എന്താ, ഓട്ടോട്രോപിക്കുമാണ് കേട്ടോ. ലിനേയസിൻ്റെ വർഗീകരണത്തിൽ പരപോഷി എന്ന് വെച്ചാൽ എന്താണ്, ഹെട്രോട്രോപിക് കേട്ടോ. എല്ലാ ബഹുകോശ ജീവികളും മൾട്ടി സെല്ലുലാർ എന്ന് വെച്ചാൽ എന്താ, ബഹുകോശങ്ങൾ. ഒരു കോശമുള്ള ഏതാ കുഞ്ഞുങ്ങളെ, അമീബിയ, പാരമീസിയം ഇല്ലേ, ബാക്ടീരിയക്കൊക്കെ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ ബഹുകോശങ്ങൾ ഒന്നിൽ കൂടുതലുള്ള ഏതൊക്കെയാണ്, നമ്മൾ ഉൾപ്പെടെ എല്ലാം ഒന്നിൽ കൂടുതലുള്ളതാണ്. അങ്ങനെ ഉൾപ്പെടുന്ന വർഗീകരണ തലമാണ് കുഞ്ഞുങ്ങളെ കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി നമ്മൾ പറഞ്ഞു ആ ബോക്സ് വൃത്തിയായിട്ട് പഠിക്കണം. കിങ്ഡം ഫസ്റ്റ് നോക്കണേ കുഞ്ഞുങ്ങളെ, കിങ്ഡമാണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഫൈലം, അതിൻ്റെ തൊട്ട് താഴെ ക്ലാസ്, ഇംഗ്ലീഷ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഓർഡറാണ്, പിന്നെ ഫാമിലിയാണ്, പിന്നെ ജീനസ് ആണ്, പിന്നെ സ്പീഷ്യസ് ആണ്. അതിൽ കിങ്ഡം എന്നാൽ എന്ത് എന്ന് നമ്മൾ ഇപ്പം പറഞ്ഞു അല്ലേ, കിങ്ഡം അനിമേലിയ. അങ്ങനെയാണെങ്കിൽ എന്താവും നിങ്ങൾ ഈ ഫൈലം? ഇത് മൊത്തം ഒന്നും വാരി വലിച്ച് പഠിക്കേണ്ട. കിങ്ഡം, ഫൈലം, സ്പീഷ്യസ്, ഈ മൂന്നെണ്ണം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്തായി ഫൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ലെവൽ ജസ്റ്റ് ബിലോ ദ കിങ്ഡം ഈസ് കാൾഡ് ഫൈലം കേട്ടോ. കിങ്ഡത്തിന് തൊട്ട് താഴെയുള്ള വർഗീകരണ തലമാണ് ഫൈലം. ആൾ വെർട്ടിബ്രേറ്റ് ഇൻ ദ കിങ്ഡം അനിമേലിയ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈലം കോർഡേറ്റ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, അനിമേലിയ കിങ്ഡത്തിലെ നോക്കണേ കുഞ്ഞുങ്ങളെ, നട്ടലുള്ള എല്ലാ ജീവികളിലെയും കോർഡേറ്റ എന്ന ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. നട്ടലുള്ള ജീവികൾ ഏതൊക്കെ, എല്ലുള്ളത് ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ, എല്ല് നമുക്ക് അല്ലേ, മീനിന് മുള്ളുണ്ട് ഇല്ലേ, പിന്നെ ടൈഗർ, റാബിറ്റ്, ഈ പറയുന്ന നമ്മൾ, ഇതിനെല്ലാം നട്ടലുള്ളതാ അല്ലേ. നട്ടലില്ലാത്തതോ പെട്ടില്ലയോ. നമ്മൾ വെർട്ടിബ്രയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ബോണുകളെ കുറിച്ചൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് പോട്ടെ അല്ലേ, നമ്മളിപ്പോൾ വേറെയല്ലേ പഠിക്കുന്നത്, എന്തിനാവശ്യമില്ലാത്തൊക്കെ പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ കിങ്ഡം അനിമേലിയെ കുറിച്ച് അറിയണേ കുഞ്ഞുങ്ങളെ. അതിനകത്തിൽ ഞാൻ ചെറിയ 2 സെൻറ്റൻസ് തന്നിട്ടുള്ളൂ. അടുത്ത രണ്ടാമത്തെയാണ് ഇത്. ഓർഡർ കറക്റ്റായിട്ട് നിങ്ങളെ തിരിച്ചിട്ടിട്ട് ഇത് റീഅറേഞ്ച് ചെയ്യാൻ പറയും കേട്ടോ. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നിങ്ങൾ റീഅറേഞ്ച് ചെയ്യാൻ പറയും. രണ്ടാമത്തെയാണ് ഫൈലം. ഫൈലം എന്ന് വെച്ചാൽ കിങ്ഡത്തിന് തൊട്ട് താഴെയുള്ള വർഗീകരണ തലമാണ്. പിന്നെ അനിമേലിയ കിങ്ഡത്തിലെ നട്ടലുള്ള എല്ലാ ജീവികളെയും നമ്മുടെ കോർഡേറ്റ എന്ന ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഏറ്റവും താഴത്തെ അടുത്ത ഏതാവും നിങ്ങളെ, സ്പീഷ്യസ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കുള്ളതിനെ ഒന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല. 1 കിങ്ഡം, 2 ഫൈലം നമ്മളിപ്പോൾ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റിലത്തെയാണ് സ്പീഷ്യസ്. എന്താ ഈ സ്പീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് സ്പീഷ്യസ്. ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലം എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്.
എ സ്പീഷ്യസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ നാച്ചുറലി റീപ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞില്ലേ, സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ ഒരു ഗണമാകും നിങ്ങളെ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അടുത്ത തലമുറകളെ കേട്ടോ അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ്. ഇപ്പം മനുഷ്യർ തന്നെ അല്ലേ, അടുത്തടുത്ത അത് പൂച്ച, നായ, മരങ്ങൾ അല്ലേ, അങ്ങനെയൊക്കെയുള്ള മരങ്ങളില്ല മരങ്ങൾ തന്നെ അല്ലേ. ഇപ്പം ഇത് കശുമാവ്, പിന്നെന്താ ആഞ്ഞിലി, ഓമയ്ക്ക, ഇതെല്ലാം എന്താ അതിൻ്റെ കുരുവിൽ നിന്നും അടുത്ത ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലമാണ് സ്പീഷ്യസ്. ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് സ്പീഷ്യസ്. എ സ്പീഷ്യസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ നാച്ചുറലി റീപ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ ഒരു ഗണമാകും നിങ്ങളെ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്, മനുഷ്യർ, അതുപോലെ തന്നെ എന്താ ക്യാറ്റുകൾ കേട്ടോ. ടെസ്റ്റിൽ തന്നെ ഇത് പറയുന്നുണ്ട്. ഡോഗ്സുകൾ, കാഷ്യൂ, ട്രീസ് ആർ എക്സാമ്പിൾ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷ്യസ്. മനുഷ്യനും പൂച്ചയും പിന്നെ ഏതാ നായ, കശുമാവ് എന്നിവ വ്യത്യസ്ത സ്പീഷ്യസിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. നിങ്ങൾ ഓരോന്നും കിങ്ഡം അനിമേലിയ അറിയണം, ഫൈലം അറിയണം, സ്പീഷ്യസ് അറിയണം കേട്ടോ. ഇത് ടെസ്റ്റിനകത്തിലൊക്കെ ഉള്ളതാണ് നിങ്ങളെ. അപ്പോൾ അതത്രയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ബോക്സ് തിരിച്ചും മറിച്ചു വിട്ട് നിങ്ങളോട് ചോദിക്കും. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് കുഞ്ഞുങ്ങളെ സ്പീഷ്യസ്. ഇപ്പം നമ്മൾ പറഞ്ഞതാ അല്ലേ. ഇനി വർഗീകരണ തലങ്ങൾ എന്താണ്? വർഗീകരണ തലങ്ങൾ അല്ലെ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താ കുഞ്ഞുങ്ങളെ? അതായത് ഒരു ജീവികളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ തരംതിരിക്കൽ, നാമകരണം എന്നിവയാണ് വർഗീകരണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ. നമ്മൾ ഒരു ജീവിയെ തരംതിരിക്കുക അല്ലെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആ ജീവിയെ തിരിച്ചറിഞ്ഞ, ഇപ്പം നമ്മൾ മുറ്റത്ത് ഒരു പട്ടി നിൽക്കുമ്പം നമ്മളത് പട്ടിയാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലേ. അല്ലെങ്കിൽ ഒരു പശു അല്ലേ, അല്ലെങ്കിൽ ഒരു ആട് പോട്ടെ, ഒരു മനുഷ്യൻ, അത് നമ്മൾ കാണുമ്പോഴേ അയ്യോ പട്ടി, അയ്യോ മനുഷ്യൻ, അയ്യോ അല്ലേ പോത്ത് അല്ലെ ആട്, ഇങ്ങനെ എന്താ ഫസ്റ്റ് നമ്മൾ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലേ. ജീവികളെ നമ്മൾ എന്താ ഐഡന്റിഫിക്കേഷൻ ചെയ്യുക ഫസ്റ്റ്, അതാണ്. രണ്ടാമത് നമ്മൾ അതിനെ തരംതിരിക്കുക, ഇത് ഏത് സൈസാണ് അല്ലേ, തരംതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുക. മൂന്നാമത് അതിൻ്റെ നാമകരണം അല്ലേ, ഏത് പൂച്ച, നെയിമിംഗ് ഓഫ് ഓർഗാനിസം. അപ്പം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ 3 എണ്ണമാണ് കുഞ്ഞുങ്ങളെ. എന്ന് വെച്ചാൽ പ്രധാന ഘട്ടങ്ങൾ 3 എണ്ണമാണ്. ജീവികളെ തിരിച്ചറിയൽ, തരംതിരിക്കൽ, നാമകരണം ചെയ്യുക എന്നിവയാണ് വർഗീകരണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ. ഐഡന്റിഫിക്കേഷൻ 3 മാർഗ്ഗമായിരിക്കും ഈ 3 പോയിന്റ് എഴുതുന്നത് കേട്ടോ. ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാന്ന് ചോദിച്ചാൽ 1 ഐഡന്റിഫിക്കേഷൻ, 2 ക്ലാസിഫിക്കേഷൻ, 3 നെയിമിംഗ് ഓഫ് ഓർഗാനിസം. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കുറേ പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്നും വരച്ചിട്ടില്ല, കാരണം ഓൾറെഡി നമ്മുടെ ടെസ്റ്റിലാണ് ഇതുപോലെ കുറേ പടം കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ്, പൂച്ച അല്ലേ, എന്താ കടുവ, പട്ടി, മീന്, പിന്നെന്താ തവള, പാമ്പ്, കോഴി, ഈച്ച, കുറേ എണ്ണത്തിൻ്റെ പടം നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ കടുവയുടെ വർഗീകരണ തലങ്ങൾ എഴുതാനാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് വർഗീകരണ തലങ്ങൾ, ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. കടുവയുടെ വർഗീകരണ തലങ്ങൾ എന്തെല്ലാം? വിഭാഗങ്ങളും സവിശേഷതകളും എഴുതണം. അതിൻ്റെ ഓർഗാനിസം എന്ന് വെച്ചാൽ ജീവികളാണേ, എല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ വർഗീകരണ തലങ്ങൾ അല്ലെങ്കിൽ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ് നോക്കണേ. ഒന്നാമത്തെ നമ്മൾ പഠിച്ച ആ ഓർഡർ പഠിച്ചു വെച്ചേക്കണേ. ഫസ്റ്റ് കിങ്ഡം, 2 ഫൈലം കേട്ടോ, 2 ഫൈലം. അപ്പോൾ കിങ്ഡത്തിൽ എന്താവും നിങ്ങളെ? അനിമേലിയ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. മൾട്ടി സെല്ലുലാർ, യൂക്യാരിയോട്ടും പ്രോക്യാരിയോട്ടും ഒക്കെ ഓർമ്മയുണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ പഠിച്ചതാ. യൂക്യാരിയോട്ടിക്, ഹെട്രോട്രോപിക് ഓർഗാനിസം നോക്കണേ. അനിമേലിയ എന്ന് വെച്ചാൽ ബഹുകോശം, മൾട്ടി സെല്ലുലാർ, യൂക്യാരിയോട്ട്, പിന്നെ ഹെട്രോട്രോപിക്, പരപോഷികൾ, ഇതെല്ലാം കിങ്ഡത്തിൻ്റെയാണ് കേട്ടോ. വിഭാഗങ്ങളും അവിടെ സവിശേഷതകളുമാണ് നമ്മളോട് ചോദിച്ചത്. അനിമേലിയ എന്ന് കേൾക്കുമ്പോഴേ ആനിമൽസുമായിട്ടാണ്. ഇനി അങ്ങനെ നമ്മുടെ പടത്തിൽ തന്നിരിക്കുന്ന ആനിമൽസിന്റെ പേര് എഴുതാനാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇതിനകത്തിൽ പ്ലാന്റ്സ് അല്ലാത്ത, നമ്മുടെ ഈ പിക്ചറിനകത്തിലെ പ്ലാന്റ്സ് അല്ലാത്ത എല്ലാത്തിൻ്റെയും പേരങ്ങ് എഴുതിക്കുക കേട്ടോ. മലയാളം മീഡിയക്കാരും ആ പേരങ്ങ് എഴുതണ്ടേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഞാനത് ഇംഗ്ലീഷിലേ എഴുതിയുള്ളൂ, മറന്നുപോയതാ മലയാളം എഴുതാൻ. ഇതിനകത്ത് നമുക്കറിയാം അല്ലേ, കടുവ, പൂച്ച, പിന്നെ മീന് അല്ലെ, മത്സ്യം എന്ന് എഴുതിയാലും മതി. പിന്നെ പാമ്പ്, ഈച്ച, കോഴി അല്ലേ, കടുവ അല്ലേ,
മനുഷ്യന്, ഇതെല്ലാം മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈലം നമ്മൾ പറഞ്ഞു. കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമേലിയ എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഏതാ, ആനിമൽസുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫൈലം നോക്കുഞ്ഞുള്ളൂ. ഫൈലത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്, നട്ടലുള്ള ജീവിയാണ് ഈ ഫൈലത്തിൽ വരുന്നത് കേട്ടോ. ഫൈലത്തിൽ എന്താ, കോർഡേറ്റ, വെർട്ടിബ്രേറ്റ്, വെർട്ടിബ്രൽ കോളം ഒക്കെ ഓർമ്മയുണ്ടോ, വെർട്ടിബ്രേറ്റ് നട്ടല് അല്ലേ, പ്രസൻസ് ഓഫ് വെർട്ടിബ്ര ആൻഡ് വെർട്ടിബ്രൽ കോളം. കോർഡേറ്റ നട്ടലുള്ള, നട്ടലിൻ്റെയും കശേരുക്കളുടെയും സാന്നിധ്യമുള്ള ജീവികൾ ഇതിനകത്തിൽ ഏതൊക്കെയാണെന്നാ. നട്ടലിൻ്റെയും കശേരുക്കളുടെയും സാന്നിധ്യമുള്ള ഏതൊക്കെയാവും നിങ്ങളെ, ടൈഗറിന് നട്ടലുണ്ട്, ഫിഷ്, റാബിറ്റ്, ഡോഗ്, ക്യാറ്റ്, ഹ്യൂമൻ, ഹെന്ന്, ഇതിനെല്ലാം എല്ലുകളുണ്ട് അല്ലേ, നട്ടലിലുള്ള ജീവികളാണ് ഇതെല്ലാം കേട്ടോ. 2. അടുത്ത മൂന്നാമത്തത് നമ്മൾ ക്ലാസ്, ആ ഓർഡർ കറക്റ്റായിട്ട് പഠിക്കണേ. ക്ലാസ്സിനകത്തിൽ സസ്തനികളെ കുറിച്ചാവും നിങ്ങളെ. സസ്തനികൾ എന്ന് വെച്ചാൽ എന്താ, പാല് ഊട്ടി വളർത്തുന്ന മൃഗങ്ങൾ അല്ലേ, മമേലിയ കേട്ടോ. മമേലിയ മലയാളം ഉണ്ട്, വാം ബ്ലഡ് ആയിരിക്കും. അങ്ങനെയുള്ള ജീവികളുടെ എല്ലാം എന്താവും നിങ്ങളെ, നല്ല നമ്മുടെയൊക്കെ ശരീരം തൊട്ട് നോക്കുമ്പോഴത്തെ ചൂട് കണ്ടിട്ടില്ലേ, ഉഷ്ണരക്തമുള്ള കേട്ടോ, വാം ബ്ലഡ് എന്ന് പറയും. ബോഡി കവേർഡ് വിത്ത് ഹെയർ. ഇനി നമ്മുടെ ശരീരത്തിലെല്ലാം എന്താ, ചെറിയ ചെറിയ രോമങ്ങൾ എന്താ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മൂടിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ എന്താവും നിങ്ങളെ, രോമങ്ങളുള്ള ജീവികളാണ്. അതിരാ പൂച്ച അല്ലേ, പശു, അങ്ങനെയുള്ള ജീവികൾ. നമ്മുടെ മനുഷ്യർക്കേ ഉള്ളൂ അല്ലേ ശരീരത്തിൽ രോമം കുറവ്. ബാക്കിയുള്ള ജീവികളെയൊക്കെ നിങ്ങൾ നോക്കിക്കുക, എല്ലാവർക്കും രോമം ഉള്ളതാ അല്ലേ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാൽ നൽകി പരിപാലിക്കുന്നതിനെയാണ് നറിഷ് യങ് വൺ വിത്ത് മിൽക്ക്. അങ്ങനെയുള്ള ജീവികൾ ഏതാണ് അതിനകത്ത് പറയുന്നത്, ഡോഗുണ്ട്, ക്യാറ്റ്, ഹ്യൂമൻ, ടൈഗർ, റാബിറ്റ്, അങ്ങനെയുള്ള ഓർഗാനിസം അല്ലെ ജീവികൾ ഏതാണെന്ന് ഇവിടെ എഴുതണം. ഓക്കെ, നിങ്ങളെ അടുത്തതാണ് ഓർഡർ. ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്, കാർണിവോറ. കാർണിവോറ എന്ന് വെച്ചാൽ എന്താ, കാർണിവോറസ്. കാർണിവോറസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ഷാർപ്പ് ടീത്ത് ആയിരിക്കും അല്ലേ. കാർണിവോറസ് എന്ന് വെച്ചാൽ എന്താ, മറ്റ് ജീവികളെ കൊന്നു തിന്നുന്നതല്ലേ കാർണിവോറസ് അല്ലേ. അതിൻ്റെ ടീത്ത് എങ്ങനെ ആയിരിക്കും, ഷാർപ്പ് ടീത്ത് ആയിരിക്കും. ആൻഡ് ക്ലൗസ് അഡാപ്റ്റഡ് ഫോർ ഹണ്ടിങ് ആൻഡ് ഈറ്റിംഗ് മീറ്റ് എന്ന് വെച്ചാൽ വേട്ടയാടാനും മാംസം കഴിക്കാനും അനുയോജ്യമായ മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളും ഉള്ളതാണ് ഈ കാർണിവോറ അല്ലെ, കാർണിവോറസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവി ഇതിനകത്തിൽ ഏതാ പടം, ടൈഗർ, ഡോഗ്, ക്യാറ്റും ഒക്കെ ഇങ്ങനെയുള്ളതാ അല്ലേ. ഇനി അടുത്ത ഫാമിലി. ഫാമിലി എന്ന് വെച്ചാൽ എന്താ, അതിനകത്ത് ഫെലിഡേ എന്ന് പറയുന്നൊരു വാക്ക് നോക്കണേ നിങ്ങളെ. ഫെലിഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്രാക്റ്റബിൾ എന്നാ കേട്ടോ, പിൻവലിക്കാവുന്ന നഖങ്ങളുള്ളതും രാത്രി നല്ല കാഴ്ചയുള്ളതുമായ ജീവികളെയാണ് എന്താ നമ്മൾ ഫെലിഡേ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്, റെട്രാക്റ്റബിൾ ക്ലോസ്, എക്സലന്റ് നൈറ്റ് വിഷനും. മനസ്സിലായോ? ഈ ടൈഗറിൻ്റെയും ക്യാറ്റിൻ്റെയും ഒക്കെ കാല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കൂർത്ത നഖങ്ങളായിരിക്കും അല്ലേ. അത് വെച്ചൊക്കെ ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. അതുപോലെ തന്നെ രാത്രി ഇതിനൊക്കെ കണ്ണിന് ഭയങ്കര കാഴ്ചയുള്ള ജീവികളുമാണ്. പിന്നെ നമ്മൾ ഔളൊക്കെ നല്ല കാഴ്ചയുള്ളതാണ്, പക്ഷെ നമുക്ക് ഈ പടത്തിൽ അത് തരുന്നിട്ടില്ല കേട്ടോ. അടുത്ത ജീനസ് ആവും നിങ്ങളെ. ജീനസ്, അതിനകത്ത് ജീനസിനകത്തിൽ പാന്തറ. പാന്തറ എന്ന് വെച്ചാൽ ഈ വലിയ ഇനം പൂച്ചകളെയാണ് കേട്ടോ. ബിഗ് ക്യാറ്റ്, വലിയ ഇനം പൂച്ചകൾക്കാണ് ഈ പാന്തറ എന്ന് പറയുന്നത്. അതിന് എബിലിറ്റി ടു റോർ ലാർജ് ആൻഡ് പവർഫുള്ളി ബോഡി സ്ട്രക്ചർ. ഈ പാന്തറ എന്ന് വെച്ചാൽ വലിയ പൂച്ച, ഗർജിക്കാനുള്ള കഴിവ് ഈ പൂച്ചകൾക്കുണ്ട്. നമ്മുടെ ഈ കടുവയുടെ ഒക്കെ കൂട്ട് ഗർജിക്കാനുള്ള കഴിവും ഈ വലിയ പൂച്ചകൾ, വലുതും ശക്തവുമായ ശരീരഘടനയായിരിക്കും ഇതിന് കേട്ടോ. നമ്മുടെ പുലിയുടെയും കടുവയുടെയും ഒക്കെ കൂട്ടിയിരിക്കുമായിരിക്കും അത് കേട്ടോ. പാന്തറ ഒരു ബിഗ് ക്യാറ്റാണ്. ഓക്കെ ആണോ? അതെന്താ ഇവിടെ അങ്ങനെ പറയുന്നത്, ടൈഗറാണ്. അങ്ങനെയുള്ള പടമുള്ളത്. ഈ പൂച്ചയുടെ ഇതെല്ലാം ഒരേ സ്പീഷ്യസ് ആട്ടോ. ജീനസ് എല്ലാം പൂച്ചയും ടൈഗറും ഒക്കെ ഒരേ സ്പീഷ്യസിൽ വരുന്നതാണ് കേട്ടോ, ഒരേ ജീനസിൽ വരുന്നതാണ്. അടുത്ത സ്പീഷ്യസ് ഓറഞ്ച് ഫർ വിത്ത് ബ്ലാക്ക് സ്ട്രിപ്സ് ആൻഡ് സ്ട്രോങ് ലാർജ് ബോഡി അല്ലേ. എന്ന് വെച്ചാൽ പാന്തറ ടൈഗ്രീസ് ഒരു കടുവയാണ് കേട്ടോ. കറുത്ത വരകളുള്ള ഓറഞ്ച് രോമാവരണവും കരുത്തുറ്റ വലിയ ശരീരവും ഉള്ളവ ഏതാണെന്ന് ചോദിച്ചാൽ അതും എന്താവും നിങ്ങളെ, ടൈഗറാണ് കേട്ടോ. അത് ഞാൻ ടൈഗറിന് എഴുതിയില്ല, അതും ടൈഗറാട്ടോ. ഇവിടെ ലാസ്റ്റിലത്തെ 3 ടൈഗറാട്ടോ. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ. ഓറഞ്ച് ഫർ, കറുത്ത വരകളുള്ള ഓറഞ്ച് രോമമുള്ളതും നല്ല കരുത്തുറ്റ വലിയ ശരീരഘടനയും ഉള്ളത് ആരാ നിങ്ങളെ, ടൈഗർ, കടുവയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും നിൽക്കട്ടെ. നമ്മൾ ഇവിടെ വരെ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 2 ഇത് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിങ്ങളെ നമുക്ക് പാർട്ട് 2 എടുക്കാം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൻ്റെ ഫിസിക്സിൻ്റെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്, കെമിസ്ട്രിയുടെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ബയോളജിയുടെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഞാൻ പൊതുവേ ബേസ് ആണ് ഇടുന്നത് കേട്ടോ. എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മളൊരു പാഠം എടുത്തുകൊണ്ടേ ഞാൻ നിങ്ങൾ ആസിഡും ബേസും സാൾട്ടും നോക്കിയായിരുന്നു നിങ്ങളെ. ബേസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ബേസ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡും ബേസിനകത്തിലെ ബേസ് അല്ല, ഇതിൻ്റെ തുടക്കം എന്താ, ഈ ആസിഡ്
മെത്തേഡ് എന്തുവാ, ബേസ് എന്തുവാ എന്നൊക്കെ ഒന്ന് തുടങ്ങി വെച്ചതാണ്. നമുക്ക് രണ്ടാമത്തെ പാർട്ട് ഇപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം വൃത്തിയായിട്ട് നോട്ട് എഴുതിയെടുക്കുക. നമ്മൾ ഇതിനകത്തിലെ വേറെ കുറേ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഇപ്പം ടെസ്റ്റ് ഒന്ന് ഇതായിട്ട് ഇട്ടതാ കേട്ടോ. എല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.